ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മൊണോപ്പൊളി മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഇതൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മൊണോപ്പൊളി. ആദ്യം നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവോയ്ഡ്സ് അൺവാണ്ടഡ് കോമ്പറ്റീഷൻ. ആവശ്യമില്ലാത്ത മത്സരം ഒഴിവാക്കുന്നു. ഇപ്പോൾ നാച്ചുറൽ മോണോപ്പൊളീസ്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി, റെയിൽവേ ഇങ്ങനെയുള്ള നാച്ചുറൽ മോണോപ്പൊളീസ്, ഗവൺമെൻറ് അണ്ടറിലുള്ള ഇങ്ങനെയുള്ള നാച്ചുറൽ മോണോപ്പൊളീസിനെതിരെ കമ്പീറ്റ് ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇതൊന്നും കോമ്പറ്റീഷൻ ഇല്ലാത്ത ഫീൽഡിലാണ്. അപ്പം ഈ അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ ഒഴിവാക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇറ്റ് അവോയ്ഡ്സ് അൺവാണ്ടഡ് കോമ്പറ്റീഷൻ ഇൻ നാച്ചുറൽ മോണോപ്പൊളീസ് ലൈക്ക് ഇലക്ട്രിസിറ്റി, റെയിൽവേസ് എക്സെട്ര. ഇപ്പോൾ അടുത്ത രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂസ് ഓഫ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ മോണോപ്പൊളീസിന് നമുക്കറിയാം സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്, അവർ മാത്രമേ ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പം ഈ പ്രോഫിറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? മോണോപ്പൊളി ക്യാൻ യൂസ് ദ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഫോർ ഇൻവെസ്റ്റിംഗ് ഇൻ ടെക്നോളജീസ് ആൻഡ് ഫൈനാൻഷ്യൽ റിസർച്ച്. അതായത് അവർക്ക് പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ ഫൈനാൻഷ്യൽ റിസർച്ച് നടത്തുന്നതിനൊക്കെ ഈ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് കസ്റ്റമേഴ്സിനുള്ള ഉപയോഗം? വിച്ച് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. അവർ കൊടുക്കുന്ന ഔട്ട്പുട്ടിന് നല്ല ഗുണമേന്മയുള്ളതും കൂടുതലായിട്ടുള്ളതുമായിട്ടുള്ള ഔട്ട്പുട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിനും വിതരണത്തിനും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കേട്ടോ. അപ്പം ഇതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ യൂസ് ഓഫ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, വിച്ച് അഫക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഗുഡ്സ് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു ഗുണമേന്മയാണ് രണ്ടാമത്തേത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഞാൻ കാണിച്ചിരിക്കുന്നതൊക്കെ നാച്ചുറൽ മോണോപ്പൊളീസിന് ഉദാഹരണമാണ്. ഈ വാട്ടർ സപ്ലൈ, ഇലക്ട്രിസിറ്റി, റെയിൽവേ, ഇതൊക്കെ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, കസ്റ്റമേഴ്സിന് നല്ലത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി, റെയിൽവേ, വാട്ടർ എക്സെട്ര. വെൻ ഗവൺമെൻറ് പ്രിഫേഴ്സ് ടു പ്രൊഡ്യൂസ് ആൻഡ് സപ്ലൈ ഇറ്റ് അഫക്ട്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മെജോറിറ്റി. അപ്പം മെജോറിറ്റി ആൾക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഗവൺമെൻറ് എപ്പോഴും എന്താണ് പ്രോഫിറ്റ് മോട്ടീവ് അല്ല, അവർക്ക് വെൽഫെയർ മോട്ടീവാണ്. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശം ഇതിനുണ്ടാവും. ഇവർ ഗവൺമെൻറ് ഈ മൂന്ന് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പം ഫോർ സെക്യൂരിറ്റി റീസൺസ് ദേ ഹാവ് ടു ബി അണ്ടർ വൺ ഫേം വിച്ച് ക്യാൻ ഈസിലി ബി കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. അത് ഈ ഗവൺമെൻറ് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്നത് കൊണ്ട് ഒരു വൺ ഫേമിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ പല പല കോമ്പറ്റീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇതിൽ കൺസ്യൂമേഴ്സിന് ഏറ്റവും പൊതുജനങ്ങളുടെ വെൽഫെയറിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ അത് ഗവൺമെൻറ് കയ്യിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്. അടുത്ത മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ നമുക്കറിയാം കൂടുതൽ അളവിൽ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക്, അതായത് ഔട്ട്പുട്ട് കൂട്ടുമ്പോഴത്തേക്ക് ആവറേജ് കോസ്റ്റ്, അതായത് പെർ യൂണിറ്റ് കോസ്റ്റ് കുറയുന്ന ഒരു അവസ്ഥയാണ് എക്കണോമിക്സ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫേമിൻ്റെ കോസ്റ്റ് കുറയല്ലേ, അപ്പോഴത്തേക്ക് അത് ഏതിൽ റിഫ്ലക്റ്റ് ചെയ്യും? നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കൊടുക്കുന്ന അത് ഉൽപ്പന്നങ്ങളിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഉൽപ്പന്നങ്ങൾ അവർക്ക് വില കുറച്ച് വിൽക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഹാവിങ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ക്യാൻ ലീഡ് ടു ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ലോവർ പ്രൈസസ് ഫോർ ദ കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു. അടുത്ത നാലാമത്തേന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ഇന്നോവേഷൻ. പുതിയ പുതിയ ഇന്നോവേഷൻസ്, പുതിയ പുതിയ ടെക്നോളജീസ് അവർ കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെയാണ് അവർക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ആണല്ലോ കിട്ടുന്നത്. അപ്പം മോണോപ്പൊളീസ് ക്യാൻ ബി മോർ ഇന്നോവേറ്റീവ് ആസ് ദേ ഹാവ് ദ ഫൈനാൻഷ്യൽ റിസോഴ്സസ് ടു ഇൻവെസ്റ്റ്. അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ ഫൈനാൻഷ്യൽ റിസോഴ്സ് ഉണ്ട്. ഓക്കെ, ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ അവർക്കിത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ ന്യൂ ആൻഡ് ഇംപ്രൂവ്ഡ് പ്രൊഡക്ട്സ്. അത് പുതിയതും മെച്ചപ്പെട്ടതുമായ ഉൽപ്പന്നങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇത് മറ്റൊരു നേട്ടമാണ്, അഡ്വാൻറ്റേജ് ആണ്. അടുത്ത അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റേബിൾ പ്രൈസസ് ആണ്. അതായത് സ്ഥിരമായിട്ടുള്ളൊരു വില. അപ്പോൾ ഇൻ എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് പ്രൈസ് ക്യാൻ ഫ്ലക്ച്വേറ്റ് ഫ്രീക്വൻ്റ്. ഇപ്പോൾ ഒരുപാട് കോമ്പറ്റീഷൻസ്, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരുപാട് ഉൽപ്പാദകരുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തിരിക്കും, കൂടിയും കുറഞ്ഞു വരിക്കും. അപ്പം ഇതുകൊണ്ട് കൺസ്യൂമേഴ്സിനുള്ള ഉപയോഗം എന്താണ്? ഇൻ കോൺട്രാസ്റ്റ് എ മോണോപ്പൊളി ക്യാൻ മെയിൻറ്റെയിൻ സ്റ്റേബിൾ പ്രൈസസ് വിച്ച് ക്യാൻ ഹെൽപ്പ് കൺസ്യൂമേഴ്സ് പ്ലാൻ ദെയർ ബഡ്ജറ്റ്സ് മോർ എഫിഷ്യൻ്റ്ലി. അവർക്ക് ബഡ്ജറ്റ് അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇന്ന ഉൽപ്പന്നം മേടിക്കുന്നു, അതിന് ഇത്ര കോസ്റ്റ് ആവും, ഇത്ര തുക അതിന് വേണ്ടി മാറ്റി വയ്ക്കും. അങ്ങനെ അവരുടെ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് റെഡ്യൂസ് മാർക്കറ്റ് കോസ്റ്റ്. മാർക്കറ്റ് കോസ്റ്റ് കുറയ്ക്കുന്നത് എങ്ങനെയാണ് മോണോപ്പൊളി മാർക്കറ്റ് കോസ്റ്റ് കുറയ്ക്കുന്നത്? മോണോപ്പൊളീസ് ഡു നോട്ട് ഹാവ് ടു സ്പെൻഡ് മച്ച് മണി ഓൺ മാർക്കറ്റിംഗ്. അവർക്ക് അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമേ ഇല്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുണ്ടോ റെയിൽവേ, ഇലക്ട്രിസിറ്റി അഡ്വർടൈസ് ചെയ്യുന്നത്? അപ്പം അഡ്വർടൈസ്മെൻറ്റ് ആവശ്യമില്ല. അപ്പോൾ മാർക്കറ്റിംഗ് കോസ്റ്റ് കുറവാണ്. ആൻഡ് അഡ്വർടൈസിങ് ആസ് ദേ ഡു നോട്ട് നീഡ് ടു കമ്പീറ്റ് ഫോർ മാർക്കറ്റ് ഷെയർ. അപ്പോൾ അവർക്ക് എന്താണ് മാർക്കറ്റിംഗ് കോസ്റ്റ് അവർക്ക് ഇല്ല. അതാണ് റെഡ്യൂസ് മാർക്കറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റ്. നല്ല പ്രോഫിറ്റ് കിട്ടുന്നു. സൂപ്പർ നോർമൽ പ്രോഫിറ്റാണ് കിട്ടുന്നത് അവരുടെ പ്രൈസിങ് പവർ കൊണ്ട്, അല്ലേ? അവരാണ് വില നിശ്ചയിക്കുന്നത്, കോമ്പറ്റീറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട്. ക്യാൻ ഏൺ ഹയർ പ്രോഫിറ്റ്സ്
ഡ്യൂ ടു ഇറ്റ്സ് പ്രൈസിങ് പവർ. അടുത്തത് എട്ടാമത്തേന്ന് പറയുന്നത് ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ. അതായത് സം മോണോപ്പൊളീസ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഗവൺമെൻറ് റെഗുലേഷൻസ്. ഗവൺമെൻറ് റെഗുലേഷൻസ് കൊണ്ട് എപ്പോഴും ഗവൺമെൻറ് ഒരു സംരക്ഷണത്തിലായിരിക്കും ഈ നാച്ചുറൽ മോണോപ്പൊളീസ്. ഓക്കെ, അതുകൊണ്ട് അത് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അടുത്തത് അവസാനത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു അവസ്ഥ ഈ മോണോപ്പൊളീസിനുണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പം പേറ്റൻസ് ഓർ other legal barriers to entry which can provide stability and security for the company. ഇപ്പം പേറ്റൻസ് ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ അതർ ലീഗൽ ബാരിയേഴ്സ്, അത് അവർക്ക് ഇപ്പോൾ ഇലക്ട്രിസിറ്റി മറ്റൊരു ആൾ പാരലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ റെയിൽവേയിൽ പുതിയൊരു റെയിൽവേ റൂട്ട് തുടങ്ങുന്നു. അപ്പം അങ്ങനെയുള്ള ബാരിയേഴ്സ് ടു എൻട്രി ഉണ്ടാവും, അതിലേക്ക് കടന്നു വരാൻ തടസ്സങ്ങളുണ്ടാകും. അത് സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും ഇതിന് ഉണ്ടായി കൊടുക്കുന്നു. ഇതെല്ലാമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹയർ പ്രൈസ് ആണ്. അവർക്ക് ഇഷ്ടമുള്ള വില ചാർജ് ചെയ്യാം, അതൊരു പോരായ്മയാണ്. എ മോണോപ്പൊളി ഹാസ് കംപ്ലീറ്റ് കൺട്രോൾ ഓവർ ദ മാർക്കറ്റ്. മനസ്സിലായില്ലേ? ഇപ്പം ആസ് എ റിസൾട്ട് ദേ ക്യാൻ സെറ്റ് എ ഹയർ പ്രൈസ് വിത്തൗട്ട് ഫിയർ ഓഫ് കോമ്പറ്റീഷൻ. അതായത് മത്സരങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഭയമില്ലാതെ ഏത് വില സെറ്റ് ചെയ്താലും ആൾക്കാർ അത് മേടിക്കാൻ ബാധ്യസ്ഥരാണ്. ഇറ്റ് ലീഡ്സ് ടു ഹയർ കോസ്റ്റ് ഫോർ കൺസ്യൂമേഴ്സിന് ഉയർന്ന ചിലവ് അത് വരുത്തി വയ്ക്കുന്നു. അടുത്തത് രണ്ടാമത്തത് റെഡ്യൂസ്ഡ് കൺസ്യൂമർ ചോയ്സ് ആണ്. അപ്പം മോണോപ്പൊളി ഒരു ഫേമല്ലേ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പം പല വെറൈറ്റീസ് അവർക്ക് കിട്ടുന്നില്ല, അത് തന്നെ അവർ നിർബന്ധിതമായിട്ടും മേടിക്കേണ്ടി വരുന്നു. അപ്പോൾ കൺസ്യൂമേഴ്സ് ഹാവ് ലിമിറ്റഡ് ഓപ്ഷൻസ് ഫോർ ദ പ്രോഡക്ട്സ് ഓർ സർവീസസ്. ദിസ് വിൽ ലീഡ് ടു റെഡ്യൂസ്ഡ് കൺസ്യൂമർ ചോയ്സ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. അടുത്തത് റെഡ്യൂസ്ഡ് ഇന്നവേഷനാണ്. ഇന്നവേഷൻ അത് പുതിയ കണ്ടെത്തലുകൾ കുറയ്ക്കും. അതാണ് അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. അവർക്ക് അവരുടെ സ്വന്തം ഉൽപ്പന്നം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. അവർ മാത്രമാണ് ഉൽപ്പന്നം ഉണ്ടാക്കുന്നത്. അപ്പം കൺസ്യൂമേഴ്സിന് അത് മേടിച്ചേ പറ്റൂ. അപ്പം ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ദർ ഈസ് ലെസ് ഇൻസെൻറ്റീവ് ഫോർ ദ മോണോപ്പൊളിസ്റ്റ് ടു ഇൻവെസ്റ്റ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല പുതിയ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം അവർക്കില്ല. എന്താണ് ഫോർ ന്യൂ പ്രോഡക്ട്സ്. അടുത്തെന്ന് പറയുന്നത് നാലാമത്തെന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ക്വാളിറ്റി. അതും ഈ കോമ്പറ്റീഷൻ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ക്വാളിറ്റി കുറയും. ദ മോണോപ്പൊളിസ്റ്റ് ഹാസ് less pressure to improve the quality of the products since there is less competition. അടുത്ത് ബാരിയേഴ്സ് ടു എൻട്രി ആണ്. അതായത് മോണോപ്പൊളി ഫേം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മറ്റൊരു ഫേമിന് ഉൽപ്പാദിപ്പിക്കാൻ ആ രംഗത്തേക്ക് കടന്നു വരാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ മോണോപ്പൊളി ക്യാൻ ക്രിയേറ്റ് ബാരിയേഴ്സ് ടു എൻട്രി ഇൻ എ മാർക്കറ്റ്. മനസ്സിലായില്ലേ? ദിസ് വിൽ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ന്യൂ കോമ്പറ്റീറ്റർ ടു എൻറ്റർ. അവർക്ക് പുതിയ കോമ്പറ്റീഷന് ആ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമാണ്. ആൻഡ് ദർ വിൽ ബി ലിമിറ്റഡ് കോമ്പറ്റീഷൻ. അത് അടുത്ത പോരായ്മ. അടുത്തത് ആറാമത്തത് റെൻറ്റ് സീക്കിംഗ് ബിഹേവിയർ. അവർ റെൻറ്റ് ആവശ്യപ്പെടുന്ന ഒരു ബിഹേവിയർ മോണോപ്പൊളിസ്റ്റ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിൻ്റെ ഉള്ള ദോഷം എന്താണ്? ദേ യൂസ് ദിയർ മാർക്കറ്റ് പവർ ടു എക്സ്ട്രാക്ട് റെൻറ്റ്സ് ഫ്രം കൺസ്യൂമേഴ്സ് ഓർ ദ ഗവൺമെൻറ്റിൽ നിന്നോ കൺസ്യൂമേഴ്സിൽ നിന്നോ റെൻറ്റ് അവർ വാടകയായിട്ട് ഈടാക്കുന്നതായിട്ടൊരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. ദിസ് ക്യാൻ ലീഡ് ടു ഇൻഎഫിഷ്യൻസീസ് ഇൻ ദ എക്കണോമിക്സിൽ. അത് നമ്മുടെ മാർക്കറ്റിൽ സമ്പദ് വ്യവസ്ഥയിൽ ഒരു ഇൻഎഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാകുന്നു. അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ലോസ് ആണ്. വെൽഫെയർ കുറയുന്നു. മനസ്സിലായില്ലേ? അതെങ്ങനെയാണ്? ദർ ക്യാൻ ബി എ ലോസ് ഓഫ് സോഷ്യൽ വെൽഫെയർ ബിക്കോസ് ഓഫ് ഹയർ പ്രൈസസ് ആൻഡ് റെഡ്യൂസ്ഡ് ഔട്ട്പുട്ട്. ഉയർന്ന വിലയും സാധനങ്ങളുടെ ആ ഒരു വൈഡ് വെറൈറ്റീസ്, അതായത് പല ഉൽപ്പന്നങ്ങളുടെ അപര്യാപ്തതയും സോഷ്യൽ വെൽഫെയർ കുറയ്ക്കുന്നു. ഇറ്റ് ക്യാൻ റിസൾട്ട് ഇൻ ദ നെറ്റ് ലോസ് ഫോർ ദ സൊസൈറ്റി ആസ് എ ഹോൾ. സൊസൈറ്റി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു നെറ്റ് ലോസ് ഉണ്ടാകുന്നതിന് ഇത് കാരണമാകുന്നു കേട്ടോ. അടുത്ത അവസാനത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റിസോഴ്സസ് ആർ അണ്ടർ യൂട്ടിലൈസ്ഡ്. ഇപ്പം സിൻസ് മോണോപ്പൊളിസ് ഹാവ് നോ മോട്ടീവ് ടു ഇംപ്രൂവ് ടെക്നോളജീസ് ആൻഡ് ഇൻക്രീസ് ഔട്ട്പുട്ട്. അവർക്ക് റിസോഴ്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു മോട്ടീവ് ഇല്ലാത്തതുകൊണ്ട് ഈ റിസോഴ്സ് എല്ലാം ഫുള്ളായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഒരു അവസരം ഇല്ല. അപ്പോൾ ഇറ്റ് മേ കോസ് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് സച്ച് ആസ് ലേബർ, ലാൻഡ് ആൻഡ് ക്യാപിറ്റൽ. ലാൻഡ്, ക്യാപിറ്റൽ ഇതൊക്കെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ പോകുന്നു. ഇത്രയുമാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.